അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മൾ ആ ബണ്ടിലിന്റെ ഓണറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ആള്. അതെ, ആ ബണ്ടിലും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്കിന്നത് ഈ സിസ്റ്റത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ദിസ് സൗണ്ട്സ് ഗുഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് റിജോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രോമിസ് ചെയ്തിരുന്നത് പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ചെറിയൊരു ഇൻസ്റ്റലേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത സ്കാർലറ്റിൻ്റെ സ്റ്റുഡിയോ ബണ്ടിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അത് ഏകദേശം ഇൻസ്റ്റാൾ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എപ്പോഴേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മൾ ആ ബണ്ടിലിൻ്റെ ഓണറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ആള്. അതെ, ആ ബണ്ടിലും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിന്നത് ഈ സിസ്റ്റത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓൾറെഡി പുള്ളിക്കാരൻ വന്നപ്പോൾ തന്നെ സ്റ്റാൻഡെല്ലാം സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. ഇതാ ക്യാമറാമാനിൻ്റെ കൊടുക്കുകയാണ്. വിളിച്ചോ. അപ്പോൾ ഓക്കെ, തുറന്ന് സെറ്റ് ചെയ്താ. ശരി ശരി. എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണത്. നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റമായ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അന്ന് ഇടുന്ന ബ്ലോഗിൽ ഞെട്ടാം. ഹോപ്പ്ഫുള്ളി ഇതാണ് നമ്മൾ അന്ന് റിവ്യൂ ചെയ്ത ഓഡിയോ ഇന്റർഫേസ്. ഇതാ ഒരു മൈക്ക് ഇൻപുട്ട്, ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എയർ എഫക്റ്റ് ഹൈ കിട്ടുന്നത്, പിന്നെ ഇൻസ്ട്രുമെന്റ് സ്വിച്ച് ചെയ്യുക, ഇൻസ്ട്രുമെന്റ് ആണോ ലൈൻ വേണമെന്നുള്ള സ്വിച്ച് ചെയ്യാനുള്ളത്, 48 വോൾട്ട് ഫാൻറ്റം പവറുള്ള അതിൻ്റെ മോണിറ്റർ, വോളിയം മെയിൻ ഔട്ടിൻ്റെയും ഹെഡ്ഫോണിൻ്റെ കോമൺ വോളിയം കൺട്രോളർ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഡെഡിക്കേറ്റഡ് ഇതില്ല എന്ന് പറഞ്ഞിരുന്നു. കെൻസിംഗ്ടൺ ലോക്ക്, പിന്നെ USB, ഇതാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. USB ടൈപ്പ് C ആണ് ബാക്കിൽ വരുന്നത്. അപ്പുറത്തെ സൈഡിൽ USB നോർമൽ USB വരുന്നത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലൈൻ ഔട്ട്പുട്ട് സ്പീക്കറിലേക്ക് പോകാനുള്ളത്. വെച്ചോ, കൊടുത്തോ. അതിൻ്റെ USB കേബിളുണ്ട്. ആ കേബിളിലോട്ട് ബാക്ക് കണക്ട് ചെയ്യുക. സിമ്പിൾ. ഇപ്പോൾ നെക്സ്റ്റ് മൈക്ക്. ഓക്കെ, പറഞ്ഞെന്നോലെ വയ്ക്കും. ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ ആദ്യമേ ചെയ്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മൈക്ക് സെറ്റ് ആയി കഴിഞ്ഞു. നല്ല ചെവപ്പ് കളർ, ചെവര കളർ കേബിൾ. XLR-ന്റെ ഇന്നുണ്ട്. ഫസ്റ്റ് ഇൻപുട്ടിൽ കണക്ട് ചെയ്യുക. റൂള് വെച്ച് നേരെ തിരിച്ചാണ് കേട്ടോ. മൈക്കിൽ നിന്ന് വേണം ഇന്റർഫേസിലോട്ട് കൊടുക്കാൻ. തീർച്ചയായും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻ കേസ് പവർ ഓൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ, ഓർക്കാതെ ഞാൻ പവർ ഓൺ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പെട്ടെന്ന് അതിലോട്ട് പവർ കയറും. ഒരു ടിക് സൗണ്ട് കേൾക്കും. അത് നോക്കണം. മുമ്പ് ചെയ്തിട്ടുള്ളവരാണ് പറഞ്ഞത്. ആവശ്യം കഴിയും, മൈക്കിൻ്റെ ആവശ്യം കഴിയുമ്പോൾ കൃത്യമായിട്ട് അത് ഊരിയെടുത്ത് ഈ കവറിനകത്ത് ആ സിലിക്ക ജെല്ലുള്ള പാക്ക് വെച്ചിട്ട് അതിനകത്ത് വേണം തിരിച്ച് പഴയതൊരിടത്ത് വെക്കണം. ഈർപ്പം തട്ടാതിരിക്കാൻ സഹായിക്കും. മടിയില്ലാത്ത മനുഷ്യനായതുകൊണ്ട് പറയുന്നേ. അതെ. ഇനി ഞാനൊരു പോപ്പ് ഫിൽറ്റർ കൂടെ മേടിച്ചിട്ടുണ്ട്. അത് ഒരു സെപ്പറേറ്റ് വാങ്ങിച്ചാണ്. ബണ്ടിലിന്റെ കൂടെ ഉള്ള ഈ സ്റ്റാൻഡും പോപ്പ് ഫിൽറ്റർ ഉള്ള മേടിച്ചാണ്. നമ്മളത് ഇവിടെ ഫിക്സ് ചെയ്യും. മൈക്കും ഫിൽറ്ററും തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് റിജോ പറഞ്ഞു. നമുക്കൊരു 6 ഇഞ്ചിൻ്റെ 6 ഇഞ്ച് വരണ 2 to 3 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് വരെ വെക്കാം. കാര്യം ഇതാണ് നമ്മുടെ ബ്ലോ പിടിച്ച് നിർത്തണം. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഈ സൗണ്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടുന്ന് പോണ ബ്ലോ ഇതിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്ര സെറ്റായി. ഓക്കെ, മൈക്കും സാധനങ്ങളെല്ലാം സെറ്റായി.
അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നെ ഇൻസ്റ്റലേഷനൊക്കെ ചെയ്തു. ഇതാണ് ഇൻസ്റ്റലേഷൻ ഫയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത സാധനമാണ് ഈ ഫോക്കസ് റേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്ക് അകത്തുനിന്ന് ഇതാ ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. മറ്റേ എയറിൻ്റെ സ്വിച്ച് ഞാൻ കാണിച്ചു തന്നു, ഇൻസ്ട്രുമെൻ്റ് സ്വിച്ച് കാണിച്ചു തന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്യാം. ഇത് സ്വിച്ച് ഓൺ ആക്കാം. ഇവിടുന്ന് ലൈൻ വേണോ ഇൻസ്ട്രുമെൻ്റ് വേണോ എന്നുള്ളത് നമുക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കാം. കാരണം സ്കാർലറ്റിൻ്റെ 2i2 2i4 മോഡൽസൊക്കെ പുതിയ 3rd ജെന്നിനകത്ത് ഈ സ്വിച്ച് വരുന്നില്ല. പകരം നമുക്ക് ഇതുപോലെ ഇൻറ്റേർണൽ അകത്ത് കയറിയിട്ട് ഈ കൺട്രോളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫുൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ അതിന് ഉത്തരം തരുന്നതായിരിക്കും. മുമ്പ് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ളവർക്കെല്ലാം അവരുടെ സംശയത്തിനുള്ള മറുപടി കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് റിജോ സൈനിങ് ഓഫ്. Come on, you can do it. കിളികൾ പറന്നതോ പറന്നതല്ലേ? അതന്നെ, കിളികൾ പറന്നതോ കിളികൾ പറന്നതോ. ഞാൻ ചോട്ടെ, ഈ സാധനം നമുക്ക് ആവശ്യമുള്ള മാത്രം കുത്തിയാൽ പോരെ? അല്ലാതെ ഡിസ്കണക്ട് ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്യാൻ അല്ല, ഓൺ ചെയ്യാം. നീ ഇവിടെ ഇരുന്നിട്ടാണോ ഓൺ ചെയ്യാൻ? സ്റ്റോപ്പ് ചെയ്തു.